കരൂർ ദുരന്തത്തിന് ശേഷം ആദ്യമായി രാഷ്ട്രീയ പ്രചാരണ പരിപാടിയുമായി TVK അധ്യക്ഷൻ വിജയ്. ഉള്ളരങ്ങ് എന്ന പേരിൽ കാഞ്ചീപുരത്ത് നടന്ന പരിപാടിയിൽ DMK സർക്കാരിനെതിരെ ആഞ്ഞടിച്ചായിരുന്നു വിജയുടെ പ്രസംഗം. 2026-ൽ TVK അധികാരത്തിൽ വരുമെന്നും വിജയ് പറഞ്ഞു. ക്ഷണിക്കപ്പെട്ട 2000 പേർക്ക് മാത്രമായിരുന്നു പ്രവേശനം. இந்த மக்களோட உயிரோடவும் ரத்தத்தோடும் கலந்து ஓடுவது பாலாறு. அந்த பாலாறை இன்னைக்கு பெரியார் பெயரையும் அண்ணா பெயரையும் சும்மா பேருக்கு வச்சுக்கிட்டு ஆட்சி நடத்துறவங்க என்ன பண்றாங்க தெரியும்ல? சுரண்டிட்டாங்க, கொள்ளையடிச்சிட்டாங்க, நாசம் பண்ணிட்டாங்க, மோசம் பண்ணிட்டாங்கன்னு இன்னும் என்ன வேணாலும் சொல்லலாம். ஆக மொத்தம் அழிச்சிட்டாங்க. மொத்தம் இதுல அவங்க அடிச்ச கொள்ளை எவ்வளவு தெரியுமா? ரொம்பலாம் இல்ல, கம்மி தான். 4730 കോടി. നജ്മ വിവരങ്ങൾ നൽകാനായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. നജ്മ, ഈ കരൂർ ദുരന്തത്തിന് ശേഷമുള്ള ആദ്യത്തെ പൊതുവേദിയിലാണ് ഈ വിജയ് ഇപ്പോൾ പങ്കെടുക്കുന്നത്. ഇത് എവിടെയാണ് ഈ പരിപാടി നടക്കുന്നത്? എന്തൊക്കെ പുതിയ വാഗ്ദാനങ്ങൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്? ഈ ദുരന്തത്തെക്കുറിച്ച് എന്തെങ്കിലും പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നോ? അമൃത, കരൂർ ദുരന്തത്തിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പൊതുപരിപാടിയാണ് ഇന്ന് കാഞ്ചീപുരത്ത് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്. അദ്ദേഹം സംസാരത്തിൽ എവിടെയെങ്കിലും കരൂർ ദുരന്തത്തെക്കുറിച്ച് പരാമർശിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം ആ പരിപാടിയെക്കുറിച്ച് ഒന്നും തന്നെ സംസാരിച്ചില്ല എന്നുള്ളതാണ്. പിന്നീട് ഒരിക്കൽ സംസാരിക്കാം എന്നുള്ളതാണ് പ്രസംഗത്തിൽ പറയുന്നത്. മറ്റൊന്ന്, പരിപാടി കാഞ്ചീപുരത്താണ് നടക്കുന്നത്. ഒരു സ്വകാര്യ പരിപാടിയാണ്, ഒരു സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജാണ് അതിന് വേദിയാകുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട 2000 പേർ മാത്രമാണ് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കാഞ്ചീപുരത്ത് 35 ഗ്രാമങ്ങളിൽ നിന്നും നേരത്തെ തന്നെ പാസ് നൽകി തിരഞ്ഞെടുക്കപ്പെട്ട 2000-ഓളം ആളുകൾ, പ്രധാനമായും കർഷകരും വിദ്യാർത്ഥികളും യുവക്കളും സ്ത്രീകളും ഒക്കെയാണ് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹം പ്രസംഗം തുടങ്ങുന്നത് തന്നെ സർക്കാരിനെയും മുഖ്യമന്ത്രി സ്റ്റാലിനെയും ഒക്കെ ആഞ്ഞടിച്ചുകൊണ്ടാണ്. അവർക്കെതിരെയൊക്കെയുള്ള വിമർശനങ്ങളുമായിട്ടാണ് അദ്ദേഹം പ്രസംഗം ആരംഭിക്കുന്നത്. അതിൽ പ്രധാനമായും തുടങ്ങുന്നത് ഇങ്ങനെയാണ്: മുഖ്യമന്ത്രി പറയുന്നു TVKക്ക് നയമില്ലെന്ന്, പക്ഷേ എല്ലാവർക്കും സാമൂഹ്യനീതി ഒരുപോലെ വേണമെന്ന് വാദിക്കുന്ന ഞങ്ങൾക്ക് എങ്ങനെയാണ് നയമില്ലാതിരിക്കുന്നത് എന്നാണ് വിജയ് ചോദിക്കുന്നത്. കാരണം CAA എതിർത്തവരാണ് TVK. മറ്റൊന്ന്, വഖഫ് ബില്ലിനെതിരായി ആദ്യമായി കോടതിയിൽ പോയത് TVK ആണെന്ന് പറയുന്നു. അങ്ങനെയുള്ള ഞങ്ങൾക്ക് എങ്ങനെയാണ് നയമില്ലാതിരിക്കുന്നത് എന്നാണ് വിജയ് ചോദിക്കുന്നത്. പിന്നെ ഒന്ന്, DMKക്കാണ് നയമില്ലാത്തത്. അവരുടെ നയം എന്ന് പറയുന്നത് വാക്കുകളിൽ മാത്രമാണ്. കൊള്ളയടിക്കലാണ് DMKയുടെ നയം എന്ന് പറയുന്നു. അങ്ങനെയുള്ള വലിയ വലിയ വിമർശനങ്ങളും ആരോപണങ്ങളൊക്കെ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. മറ്റൊന്ന്, കാഞ്ചീപുരത്തെ അടിസ്ഥാന വികസനത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ആ അടിസ്ഥാന വികസനം ഒന്നുമില്ലാത്ത നാട്ടിൽ പരന്തൂരിൽ എയർപോർട്ട് വരുന്നു. ആ എയർപോർട്ടിനെതിരെയുള്ള കർഷകരുടെ സമരത്തിൽ ഞങ്ങൾ കർഷകർക്കൊപ്പമാണ് എന്നുള്ളൊരു ഉറപ്പ് കൂടി വിജയ് കൊടുക്കുന്നുണ്ട്. മറ്റൊന്ന്, കാഞ്ചീപുരത്തെ തൊഴിലാളികളെ സംബന്ധിച്ച് അവിടുത്തെ പ്രധാനമായും തൊഴിലെന്ന് പറയുന്നത് കൈത്തറി തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ലോകത്തെ എമ്പാടും പ്രചാരത്തിലുള്ള ഒന്നാണ് കാഞ്ചീപുരം പട്ട്. അപ്പോൾ ആ പട്ട് തൊഴിലാളികൾ, കൈത്തറി തൊഴിലാളികൾക്ക് അവരുടെ ഏറ്റവും തുച്ഛമായ ഒരു കൂലിയാണ് അവർക്ക് ലഭിക്കുന്നത്. 500 രൂപ മാത്രമാണ് അവരുടെ കൂലി എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെയുള്ള കർഷകരുടെ അടിസ്ഥാന പ്രശ്നങ്ങളെക്കുറിച്ചും വിജയ് സംസാരിക്കുന്നുണ്ട്. മറ്റൊന്ന്, സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. എന്നാൽ കരൂർ ദുരന്തത്തെക്കുറിച്ച് ഒന്നും തന്നെ അവിടെ വിജയ് സംസാരിച്ചില്ല എന്നുള്ളതാണ്. കൂടാതെ വഖഫ് ബില്ലിനെ കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. CAA കുറിച്ച് ഞങ്ങൾ എതിർത്തവരാണ്. വഖഫ് ബില്ലിനെ കുറിച്ച് എതിർത്ത് അതിനുവേണ്ടി കോടതിയിൽ പോയത് ഞങ്ങളാണ്. അധികാരത്തിലെത്തിയാൽ നീറ്റ് നിർത്തലാക്കുമെന്ന് പറഞ്ഞത് ഞങ്ങളാണ് എന്ന പോലെയുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ വിജയ് സംസാരിക്കുന്നുണ്ട്. എന്നാൽ എന്താണോ സംസാരിക്കേണ്ടിയിരുന്നത്, എന്താണ് നമ്മൾ വിജയിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നത്, ഇതുപോലെയുള്ള 2000 ആളുകൾ പങ്കെടുത്ത വലിയ പരിപാടിയിൽ എന്തായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്, അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും വിജയ് മിണ്ടിയില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമാണ്. അമൃത.